മാത്യു, അതായത് 5 വർഷമായി മലയാള സിനിമയിലേക്ക് എത്തിയിട്ട് എനിക്കൊരു 20 അത്ര 20 റീടേക്കും അത്രയൊക്കെ പോകാറുണ്ടല്ലേ? ആദ്യത്തെ 4 ഞങ്ങൾ വന്നിട്ടുണ്ടാവും. പിന്നെ 2 ഫോക്കസ് പോയിട്ടുണ്ട്. പിന്നെ 2 വേറെ എന്ത് അങ്ങനെ അങ്ങനെ നീണ്ടു പോലും. മാത്യുവിന്റെ ഗേൾ ഫ്രണ്ടിന് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏത്? മാത്യുവിന്റെ ഗേൾ ഫ്രണ്ട് ഇല്ല. ഇനി ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് എന്തെങ്കിലും വാർത്തകളൊക്കെ കേൾക്കോ? ഞാൻ ആദ്യം ചേച്ചിനെ അറിയിക്കാം. ബേസിൽ ജോസഫ്. ബേസിലേട്ടൻ എനിക്കിപ്പോ പുതിയ മുഖം ഓർമ്മ. മാത്യുവിന് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതായത് എല്ലാത്തിലും മാത്യുവിന് ഒരു പ്രണയം ഉണ്ടാവും, ആ പറയാൻ ധൈര്യമില്ലായ്മ ഉണ്ടാകും. 3 വർഷം കഥ കേട്ടിട്ട് കഥ ഞാനിനി ആലോചിക്കണം. അച്ഛൻ എഞ്ചിനീയറാ, അമ്മ മാത്സ് ടീച്ചറാണ്. ഞാൻ എഞ്ചിനീയർ ആവണമെന്നുള്ള വാശിയൊന്നും അച്ഛന് ഇല്ല. ഈ വിജയ് സാറിനോട് അഭിനയിച്ചപ്പോൾ നോട്ട് ചെയ്ത ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? സെറ്റ് ചെയ്ത് തുടങ്ങി വരുമ്പോഴൊക്കെ ഒരു 10 മണിയാവും. 11 മണിക്ക് വന്നാലും ആരും ഒന്നും വേണ്ടില്ല. പക്ഷെ അതായത് യഥാർത്ഥ മാത്യു വൈബ് കാണണമെങ്കിൽ നസ്ലനെയോ അതുപോലെ പറ്റുന്ന ഒരാളെ കണ്ടുപിടിക്കണം എന്ന് അങ്ങനെ ഉണ്ടോ? അല്ല, അത് നേരത്തെ പറഞ്ഞ പോലെ കൂട്ടുകാരുടെ കൂടെ ചേരുമ്പോ ഒന്ന് ഇതാവൂലോ മൊത്തത്തില്, അത്രേ ഉള്ളൂ. സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു ഒറ്റ എക്സ്പെർട്ടേ ഉള്ളൂ, ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. മാത്യു തോമസ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. മാത്യുവിന്റെ ആദ്യ സിനിമയോട്ട് ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുന്ന ഒരാളാണ്. എല്ലാ കാലത്തും മാത്യുവിനെ കാണുമ്പോൾ ഭയങ്കര ഷൈ ആയിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ സത്യത്തിൽ മാത്യു അങ്ങനെ തന്നെയാണോ? അതൊരു സൈക്കോ ഉള്ളിലുണ്ടോ? അങ്ങനെ തന്നെയാണ്. ആണോ? വീട്ടിലും അങ്ങനെ തന്നെയാണോ? അതോ വീട്ടിൽ വേറൊരു സ്വഭാവമുണ്ടോ? ഇല്ല, അങ്ങനെ തന്നെയാണ്. കൂട്ടുകാരുടെ കൂടെ കുടുംബം കുറച്ചും കൂടെ അവർ എല്ലാരും ഒരേപോലെ അത്രേ ഉള്ളൂ. അല്ലാണ്ട് മൊത്തത്തിൽ ഞാനിങ്ങനെ കുറച്ച് മാറി നിൽക്കുന്ന സത്യത്തിൽ ഇപ്പൊ ഞാനും മാത്യു ഒക്കെ എന്ന് പറയുന്നത് എറണാകുളത്തിന്റെ ഔട്ട്സ്കേർട്സിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത്രയും സിനിമയിൽ വന്ന് ഇത്രയും കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിച്ചു തിരുവാങ്കുളത്ത് നിന്ന് എന്നാണ് മറൈൻ ഡ്രൈവിലേക്ക് ജീവിതം മാറുന്നത് മാത്യു? ഇല്ലില്ല, വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ. അപ്പൊ അതിപ്പോ ശീലമായി. 20 മിനിറ്റ് 30 മിനിറ്റ് വണ്ടി ഓടിച്ചു പോകാന്നുള്ളത് ശീലമായി. ഓക്കെയാണ്. അല്ല, അച്ഛനോടും അമ്മയോടൊക്കെ നമുക്ക് എറണാകുളത്ത് ഫ്ലാറ്റ് വാങ്ങാമെന്ന് പറഞ്ഞില്ലേ? സത്യം പറയണോ? ഇല്ല, വീട് വെച്ചിട്ട് അച്ഛൻ പുതിയ വീട് വെച്ചിട്ട് ഒരു 6 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ അവിടെ ഓക്കെയാണ്. ഇനി ഞാനൊന്ന് മാത്യു ഒന്ന് ചില്ലാവാൻ വേണ്ടി മാത്യുവിനെ കുറിച്ച് ആലോചിപ്പിക്കാനുള്ള ഒരു റൗണ്ട് വരട്ടെ. ഞാൻ ചില ആർട്ടിസ്റ്റുകളുടെ പേര് പറയാം. അവരെ കുറിച്ച് പറയുമ്പോൾ മാത്യുവിന് ഓർമ്മ വരുന്ന ഒരു പാട്ട് എന്താണെന്ന് പറഞ്ഞാൽ കപ്പിൽ മാത്യുവിനൊപ്പം അഭിനയിച്ച ബേസിൽ ജോസഫ്. ബേസിലേട്ടൻ എനിക്കിപ്പോ പുതിയ മുഖം ഓർമ്മ. ബേസിലേട്ടൻ ഈ അടുത്ത് ഗുരുവായൂരമ്മയുടെ പ്രമോഷൻ പാടി നശിപ്പിച്ച പുതിയ മുഖത്തെ കുറിച്ച് നശിപ്പിച്ചില്ല. അല്ല, അതങ്ങനെ കാലങ്ങളായിട്ട് ഇപ്പൊ നശിപ്പിക്കുന്ന ഒരു പാട്ടാണ്. അങ്ങനെയാണെങ്കിൽ നസ്ലനെ കാണുമ്പോൾ ഏത് പാട്ട് ഓർക്കും? അവനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. മാത്രമൊന്നും ഇപ്പൊ പറയാൻ കുട്ടിക്കൂടിയെ ആണ്. ആക്ച്വലി മാത്യു, നമ്മളൊരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഒന്നുള്ള കുടുംബത്തിൽ നിന്നൊന്നും അല്ലല്ലോ വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ കുമ്പളങ്ങി നൈറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യ സിനിമ പോട്ടെ, ഇനി മോനെ പഠിക്കണം, ഇതല്ല നിന്റെ കരിയർ എന്നൊക്കെ എപ്പോഴെങ്കിലും ആരുടെ അടുത്തെങ്കിലും കേട്ടിരുന്നോ? അല്ല, അങ്ങനെ ജനറലായിട്ട് പറയുന്ന കുറെ പേരുണ്ട് സിനിമ എപ്പോഴൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ ഞാൻ കോളേജിൽ പോയിട്ടില്ല ചേർന്നു, എന്നിട്ട് അപ്പൊ തന്നെ ഡ്രോപ്പ് ചെയ്തു. ബാലൻസ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എക്സാംസ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഷൂട്ടായിരിക്കും. അപ്പൊ ഷൂട്ട് എന്തായാലും മാറ്റി വെക്കാൻ പറ്റില്ല, എക്സാമും മാറ്റി വെക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ആരെങ്കിലും ഒക്കെ വന്ന് മാത്യു അല്ലേ എന്ന് പറഞ്ഞു ചോദിച്ചാൽ എന്താ ഇപ്പൊ ചെയ്യണേന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ സിനിമയൊക്കെ ആയിട്ട്. അപ്പൊ കോളേജിൽ നിന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ കോളേജിൽ നിർത്തിയെന്ന് പറയും. അപ്പൊ ഇവര് ചോദിക്കും അയ്യോ എന്താ കോളേജിൽ പോകണം, അത് ഇങ്ങനെ ചെയ്യണം. അല്ല, അവർക്ക് അവര് പറയുന്ന സൈഡ് ഭയങ്കര കറക്റ്റാണ്. പക്ഷെ എനിക്കത് ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം തോന്നുന്നില്ല. അപ്പൊ വീട്ടുകാരെന്താ പറയാ? അപ്പൊ അച്ഛനമ്മ അമ്മയ്ക്ക് ആദ്യം ചെറിയൊരു ഇതുണ്ടായിരുന്നു. കാരണം അമ്മയ്ക്ക് അറിയില്ലല്ലോ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും പുതിയതായിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പൊ അമ്മയ്ക്ക് പേടിയായിരുന്നു. അപ്പൊ ചെയ്തോ കുഴപ്പമില്ല, പക്ഷെ പഠിത്തം വേണം എന്ന് പറഞ്ഞു. അല്ല, പിന്നെ ഇതില് ഞാൻ സെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ ഫുള്ളി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനും അതിന് പണിയെടുക്കുന്നുണ്ട് നമ്മളുണ്ടപ്പോ അമ്മയ്ക്ക് ഓക്കെയാണ്. അച്ഛൻ ഹാപ്പി. അച്ഛൻ അങ്ങനത്തെ പ്രശ്നമില്ല. അച്ഛന് ഞാൻ ചെയ്യുന്നത് ഞാൻ ഹാപ്പി ആയിട്ടിരുന്നാൽ മതി എന്നുള്ളത്. ശരിക്കും മാത്യുവിന്റെ വീട്ടിലെ ആൾക്കാരൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നേ? അച്ഛൻ എഞ്ചിനീയറാ, അമ്മ മാത്സ് ടീച്ചറാണ്. ചേട്ടൻ ലേക്ക് ഷോറിൽ PR ആണ്.
ഇതുവരെ ചെയ്തതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സീൻ ഏതാണ്? ഞാൻ അത് ഇറങ്ങിയിട്ടില്ല. ലവ്ലി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങാനുണ്ട് എൻ്റെ. അപ്പൊ ലവ്ലി എന്ന് പറയുന്നത് ഒരു ഈച്ചയും ഞാനും ആണ് പടത്തിൽ. അതെ. അപ്പൊ അതില് കുറച്ച് സീനുകളുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ പറയാൻ അത് പറ്റില്ല. ശരിയാ. ഏറ്റവും കഷ്ടപ്പെട്ടെടുത്ത സീൻ ഏതാണ് ഇതുവരെ അഭിനയിച്ചത്? ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന പടം ബ്രോമാൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജോആൻജോ 18+ ഒക്കെ ചെയ്ത് അരുൺ ചേട്ടൻ ADJയും ഞങ്ങളെല്ലാം അറിയുന്നത് എല്ലാവരും കേട്ടോ. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഡേ കുറച്ച് കഷ്ടപ്പെട്ടു. അച്ഛനും അമ്മയ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏത്, സീൻ ഏത്? അവർക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അവർക്ക് എല്ലാം ഇഷ്ടമാണ്. എനിക്ക് ആത്തപ്പടം തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാത്യുവിന്റെ ഗേൾ ഫ്രണ്ടിന് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏത്? മാത്യുവിന് ഗേൾ ഫ്രണ്ട് ഇല്ല. ഗേൾ ഫ്രണ്ട് ഉണ്ടാക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണോ? അത് അറിയത്തില്ല. അതോ ആ വികാരങ്ങൾ മനസ്സിലൂടെ പോവാത്തത് കൊണ്ടാണോ? എന്താണ് സംഭവിക്കുന്നത്? ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് സിനിമയൊക്കെ ചെയ്തിട്ട് സൈഡിൽ കൂടെ പോകുന്നു അല്ലേ? പക്ഷെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ക്രഷ് തോന്നിയ ഒരു നടി ഉണ്ടാവും, അതാരാണ്? ഇപ്പൊ അങ്ങനെ എനിക്ക് പണ്ടുണ്ടായിരുന്നല്ലോ. പ്രിയങ്ക ചോപ്രേനെ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാട്ടോ. ഭയങ്കര ഹോളിവുഡിലൊക്കെ എത്തി ഭയങ്കര അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ്. ഭയങ്കര രസം. ഒരു മലയാളി നടിയോട് ഒരു പ്രണയ അഭ്യർത്ഥന നടത്താൻ പറഞ്ഞാൽ ഏത് നടിയോട് നടത്തും? പ്രണയാഭ്യർത്ഥന നടത്താൻ പറയാൻ നടത്തില്ല. അതെന്താ വെറുതെ? ഇനി ഒരു ദിവസം ഒരു സുപ്രഭാതം ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാർത്തകളൊക്കെ കേൾക്കോ? ഞാൻ ആദ്യം ചേച്ചിനെ അറിയിക്കാം. വാക്കാണ് കേട്ടോ. മലയാളത്തിൽ കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു നടനാര്, നടിയാര്? ഇല്ല, എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നൊക്കെ ആത്തപ്പെടുത്തി തന്നെ തീർന്നു. അല്ല, എനിക്ക് ഈ ക്വസ്റ്റ്യൻ പണ്ടും കിട്ടുമ്പോൾ ഞാൻ പറയായിരുന്നു. കാരണം ഫസ്റ്റ് പടത്തിൽ തന്നെ ഫാദുക്കുണ്ട്, സൗബിക്ക, ഷെയ്ൻ, ബാസി, പോത്തേട്ടൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പോത്തേട്ടനൊക്കെ സമയങ്ങളിൽ അറിയാം. പിന്നെ വിനീതേട്ടനായിട്ട് അഭിനയിച്ചു, ധ്യാൻ ചേട്ടനായിട്ട് അഭിനയിച്ചു, വിജയ്, ഇപ്പൊ ധനുഷ് സർ ഡയറക്ട് ചെയ്തൊരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നടന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും. വലിയ വലിയ കാര്യങ്ങളൊക്കെ തീർന്നല്ലേ? സിനിമയിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാത്യു സാക്ഷാത്കരിച്ച ഏറ്റവും വലിയൊരു ഗോൾ എന്താണ്? കാറ് വാങ്ങിയായിരുന്നു. ഏത് കാറാ? സ്കോഡയുടെ കുഷാക്ക് വാങ്ങിച്ചു. അല്ല, അത് വണ്ടി ഏതെന്നുള്ളതല്ല, ഒരു കാറ് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാറ് വാങ്ങിയപ്പോ രസമാണ്. ഈ 21 വയസ്സിൽ ഞാൻ സ്വയം ആലോചിക്കുമ്പോ ഇല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു, ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ടോ? അഭിമാനമായിട്ടല്ല, ഒരു ഗ്രേറ്റ്ഫുൾനെസ് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇത്രയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അതിപ്പോ ഇത്രയും 5 വർഷമാണെങ്കിൽ 5 വർഷം സംഭവിച്ചത് വലിയൊരു കാര്യമായിട്ട് എപ്പോഴും തോന്നാറുണ്ട്. ഗ്രേറ്റ്ഫുൾ ആണ്. ആദ്യമായിട്ട് സിനിമയിലേക്ക് വന്നപ്പോഴല്ലേ, കുമ്പളങ്ങിലേക്ക് വന്നപ്പോ മാത്യുവിന്റെ മനസ്സിൽ കൂടെ പോകുന്നത് എന്തായിരുന്നു? നമ്മൾ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിലേക്ക് വരുന്നു, ഇവരെയൊക്കെ ആദ്യമായി നമ്മൾ കാണുന്നു. എന്തായിരുന്നു ഒരു മാനസികാവസ്ഥ? അല്ല, എനിക്ക് എന്റെ മനസ്സിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഫസ്റ്റ് കൂടാണ്, അല്ലെങ്കിൽ അത്രയും തന്നെ സ്ക്രീൻ സ്പേസ് കൊണ്ട് കൊടുത്തില്ല. അപ്പൊ അത് അവരെന്നെ വിശ്വസിച്ചാണ് എനിക്ക് അത്ര 6 മാസത്തെ ട്രെയിനിങ് തന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ വെച്ച് അവര് ചെയ്യുമ്പോൾ അവരെ ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യരുതെന്നുള്ളതായിരുന്നു എൻ്റെ. ഈ വിജയ് സാറിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ നോട്ട് ചെയ്ത ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ഡിസിപ്ലിൻ, ഭയങ്കര ഡിസിപ്ലിൻ. ശരിക്കും അവിടെ 7 to 7 to 6 ഒക്കെയാണ് ഒരു കോൾ ഷീറ്റ് വരുന്നത്, ഒരു ഷൂട്ടിന്റെ ഒരു കോൾ ഷീറ്റ്. പക്ഷെ ഇവര് സെറ്റ് ചെയ്ത് തുടങ്ങി വരുമ്പോഴൊക്കെ ഒരു 10 മണിയാവും ഫസ്റ്റ് ഷോട്ട് എടുക്കും. പക്ഷെ ഒരു 7 പക്ഷെ ഷാർപ്പായിട്ട് ഉണ്ടാവും. അതിന്റെ ആവശ്യമില്ല. 9 മണിക്ക് വന്നാലും ഓക്കെയാണ്. സാറ് 11 മണിക്ക് വന്നാലും ആർക്കും ഒന്നും വേണ്ടില്ല. പക്ഷെ എല്ലാ ദിവസവും 7 മണിക്ക് ഷാർപ്പായിട്ട്. ഈ കപ്പെന്ന് പറയുന്ന സിനിമയിലേക്ക് വന്നപ്പോ ഈ ഒരു കുഞ്ഞു സിനിമയാണോ? കാരണം എന്താ വെച്ചാൽ ഒരു ഒച്ചയും ബഹളം ഒന്നും ഇല്ലാതെ സൈഡിൽ കൂടെ വരുന്ന ഒരു സിനിമയായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അങ്ങനെയാണോ? ഒരു ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ്. അപ്പൊ ചിലപ്പോൾ അതായിരിക്കും അങ്ങനെ വലിയൊരു ഒച്ചയും ബഹളവും ഇല്ലാത്ത. അല്ല, പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി 2 വർഷമായി ഷൂട്ട് കഴിഞ്ഞിട്ട്, അപ്പൊ വേറെ കുറെ ഡിലേസ് കാരണം റിലീസ് ചെയ്യാൻ പറ്റിയില്ല അവർക്ക്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒച്ചറവുണ്ടാവും ചിലപ്പോ. അല്ല, ഈ അൽഫോൺസ് പുത്രൻ പ്രൊഡ്യൂസർ ആകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊക്കെ ഒരു വാവ് ഫാക്ടർ, ഒന്നും കാണാതെ പുള്ളി പ്രൊഡ്യൂസർ ആകില്ലല്ലോ എന്ന്. നിങ്ങളുടെ മനസ്സിലൂടെ അത് പോയോ? അതോ ആദ്യം വേറെ പ്രൊഡ്യൂസർ? അൽഫോൺസ് പുത്രൻ പ്രൊഡ്യൂസർ അല്ല, പുള്ളി പടം പ്രസന്റ് ചെയ്യാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൽവിൻ ആന്റണി ആണ്. എല്ലാം ഒരു കുടുംബം തന്നെയാണ്. അതെ അതെ, അങ്ങനെ നോക്കുവാണെങ്കിൽ അതല്ല, ഡെഫിനറ്റ്ലി എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യം. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനാണ്, ഡയറക്ടറാണ്. അപ്പൊ പുള്ളി നമ്മുടെ ഒരു പടം കണ്ട് ഇത് എന്റെ പേരും കൂടെ വെക്കുക ഇതിന്റെ ഒപ്പം എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമാണല്ലോ. ഈ ബേസിൽ പൊതുവെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചില്ലാണെന്നാണ്. എന്തായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? പക്ഷെ ബേസിലായിട്ടുള്ളപ്പോൾ നമുക്ക് അങ്ങനെ
വെറുതെ നമുക്ക് അങ്ങനെയൊന്നും ഇരുത്തില്ല. ചേട്ടൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എല്ലാവരും ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോകുന്ന ആളാ. ഭയങ്കര ഹാപ്പി ആയിട്ട് റിഹേഴ്സലൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഓണെന്നല്ല, ഭയങ്കര ഹാപ്പി ജെന്യൂൻ ആയിട്ട് ഭയങ്കര നമ്മളെയൊക്കെ രസിപ്പിച്ച് അപ്പം എല്ലാവർക്കും ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്തു രസമായിട്ട് വരും. ഒരു ഡയറക്ടറും കൂടെ ആണല്ലോ, അപ്പൊ അതിന്റെ ഒരു ഇതുകൊണ്ടല്ലോ. അപ്പൊ ഏതായാലും സിനിമ വൻ വിജയമാകട്ടെ, ആളുകൾ നല്ല അഭിപ്രായം അറിയിക്കട്ടെ, പോസിറ്റീവ് റിവ്യൂസ് ഉണ്ടാകട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് മാത്യു. അങ്ങനെ നല്ല രീതിയിൽ കരിയർ വളരെ ഫ്ലറിഷ് ആകാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരൊറ്റ എക്സ്പെർട്ടേ ഉള്ളൂ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്.